മലമ്പുഴയിൽ വി.എസ്. അച്യുതാനന്ദന്റെ മുൻ പേഴ്സണൽ അസിസ്റ്റന്റ് എ. സുരേഷിനെ സ്ഥാനാർത്ഥിയാക്കണ്ട എന്ന് പാലക്കാട്ടെ കോൺഗ്രസ് നേതാക്കൾ. എ.ഐ.സി.സി സെക്രട്ടറി പി.വി. മോഹന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിലാണ് നേതാക്കൾ സുരേഷിനെ സ്ഥാനാർത്ഥി ആക്കണ്ട എന്നാവശ്യപ്പെട്ടത്. മലമ്പുഴയിൽ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചില്ലെങ്കിൽ വിജയസാധ്യതയില്ല എന്നും സുരേഷിനെ മത്സരിപ്പിച്ചാൽ കോൺഗ്രസ് വോട്ടുകൾ ചോരുമെന്നും നേതാക്കൾ എ.ഐ.സി.സി സെക്രട്ടറിയോട് പറഞ്ഞു. ഇക്ബാൽ അറക്കൽ വിവരങ്ങളുമായി. ഇക്ബാൽ, ഇപ്പോൾ പാലക്കാടെ കോൺഗ്രസ് എന്ത് ചിന്തിക്കുന്നു എന്നുള്ള പ്രധാനമാണ്. അപ്പോൾ മലമ്പുഴയിൽ സ്വതന്ത്രനായി നിൽക്കുകയാണെങ്കിൽ സുരേഷിന് വിജയസാധ്യതയില്ല എന്നുള്ളതാണോ ഇപ്പോൾ പ്രാദേശിക നേതൃത്വം പറയുന്നത്? ഇത് നേതാക്കളെ അറിയിക്കുമെന്നാണോ? എന്താണ് ഇപ്പോൾ അറിയാനാകുന്നത്? അവിടെ പ്രധാനപ്പെട്ട നേതാക്കൾ കൂടി പാലക്കാട്ടുണ്ടല്ലോ, അവരുടെ പ്രതികരണം എങ്ങനെയാണ്? വി.കെ. ശ്രീകണ്ഠനെ പോലുള്ളവരുടെ പ്രതികരണം. സ്മൃതി, അതായത് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലായി മലമ്പുഴ നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനം എന്ന് പറയുന്നത് 3ാമതാണ്. ഇത്തവണ അത് തിരുത്തിക്കൊണ്ട് എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാക്കാനും എന്നുള്ള ചിന്തയാണ് കോൺഗ്രസ് നേതാക്കൾക്കുള്ളത്. അതുകൊണ്ടാണ് എ. സുരേഷിനെ പോലുള്ള ചില ആളുകളെ മണ്ഡലത്തിലേക്ക് എത്തിച്ച് മത്സരിപ്പിക്കാനുള്ള ഒരു നീക്കം കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചത്. ഇതിനിടയിലാണ് ഇന്നലെ എ.ഐ.സി.സി സെക്രട്ടറി ആയിട്ടുള്ള പി.വി. മോഹന്റെ നേതൃത്വത്തിൽ ഡി.സി.സി ഓഫീസിൽ വെച്ച് മലമ്പുഴ മണ്ഡലത്തിലെ നേതാക്കളുടെ ഒരു യോഗം വിളിച്ചു ചേർത്തത്. എ. സുരേഷിനെ മത്സരിപ്പിച്ചാൽ മണ്ഡലത്തിന്റെ സാധ്യതയായിരുന്നു പ്രധാനമായും എ.ഐ.സി.സി നേതാക്കൾ ഈ നേതാക്കളോട് ചോദിച്ചറിഞ്ഞിരുന്നത്. ഇതിനിടയിലാണ് ഈ മലമ്പുഴ മണ്ഡലത്തിൽ നിന്ന് വന്ന ഡി.സി.സി ഭാരവാഹികൾ, മണ്ഡലം പ്രസിഡന്റുമാർ, അതുപോലെ തന്നെ ബ്ലോക്ക് ഭാരവാഹികളെല്ലാം ഈ എ. സുരേഷിനെ മത്സരിപ്പിക്കുന്നത് ഒരു തെറ്റായ നീക്കമായിരിക്കും എന്ന രീതിയിലുള്ള കാര്യങ്ങൾ നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളത്. കാരണം എ. സുരേഷിനെ മത്സരിപ്പിച്ചാൽ കോൺഗ്രസ് വോട്ടുകൾ ചോരും. മാത്രമല്ല, ഇടതുപക്ഷത്തിന് വോട്ടുകൾ വന്നാൽ മാത്രമേ മലമ്പുഴയിൽ കാര്യമായ ഒരു നേട്ടമുണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ, വിജയം നേടാൻ സാധിക്കുകയുള്ളൂ. എ. സുരേഷിനെ മത്സരിപ്പിച്ചാൽ അങ്ങനെ ഇടതുപക്ഷത്തിനുള്ള കാര്യമായ വോട്ടുകൾ സമാഹരിക്കാൻ കോൺഗ്രസിന് സാധിക്കില്ല എന്ന രീതിയിലുള്ള ഒരു വിലയിരുത്തലാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു നിർദ്ദേശമാണ് ഇപ്പോൾ മലമ്പുഴ മണ്ഡലത്തിലെ കോൺഗ്രസ് നേതാക്കൾ എ.ഐ.സി.സി സെക്രട്ടറി പി.വി. മോഹന്റെ നേതൃത്വം ചേർന്നുള്ള നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. കൈപ്പത്തി ചിഹ്നത്തിൽ തന്നെ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണം മലമ്പുഴ മണ്ഡലത്തിൽ. അതല്ലെങ്കിൽ മലമ്പുഴ മണ്ഡലത്തിൽ ഇത്തവണയും കാര്യമായ ഒരു നേട്ടമുണ്ടാക്കാൻ കോൺഗ്രസിന് സാധിക്കില്ല എന്ന രീതിയിലുള്ളൊരു അറിയിപ്പാണ് ഇപ്പോൾ മലമ്പുഴ മണ്ഡലത്തിലെ കോൺഗ്രസ് നേതാക്കൾ നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളത്. ഇനി ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ നടത്തേണ്ടത്, ചർച്ച നടത്തേണ്ടത്, വിലയിരുത്തൽ നടത്തേണ്ടത് പാലക്കാട്ടെ കോൺഗ്രസിന്റെ നേതൃത്വം, അതുപോലെ തന്നെ കെ.പി.സി.സി നേതൃത്വമാണ്. ഏതായാലും മലമ്പുഴ മണ്ഡലത്തിലെ നേതാക്കൾ അറിയിച്ചിട്ടുള്ള ഈ വിവരങ്ങൾ ഉടൻ തന്നെ കെ.പി.സി.സി നേതൃത്വത്തോട് അറിയിക്കും. അതിനുശേഷമായിരിക്കും മറ്റ് നീക്കങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ശരി, ഇക്ബാൽ അറക്കലാണ് വിവരങ്ങൾ നൽകിയത്.